കാസ്റ്റവേ എന്ന് പറഞ്ഞ മൂവിയിൽ ടോം ഹാങ്ക്സ് അവസാനം ക്ലൈമാക്സിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഐ ഹാവ് ടു കീപ് ബ്രീത്തിങ് ബിക്കോസ് ദ സൺ വിൽ റൈസ് ടുമോറോ, നോബഡി നോസ് വാട്ട് ദ ടൈഡ് കുഡ് ബ്രിങ്. അതായത് എനിക്കിപ്പോൾ ഇവിടെ ചെയ്യാനുള്ള കാര്യം എൻ്റെ പാർട്ട് നന്നാക്കി കൊണ്ടുപോകാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഠിക്കുക, പുഷ് ചെയ്യുക, മുന്നോട്ടേക്ക് തന്നെ എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ എന്താവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അറിയായിരുന്നു ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ എൻ്റെ സമയം എടുക്കുമ്പോൾ എന്താണോ ഞാൻ ആഗ്രഹിച്ചത് അതിലേക്ക് വന്ന് ചേരുമെന്ന് അറിയായിരുന്നു. ആ ഒരു മൊമെൻറ്റ് ഭയങ്കര നല്ല മൊമെൻ്റ് ആയിരുന്നു. വീട്ടിൽ പോകുന്നത് ഒരു വൈകുന്നേരം രാത്രിയായിരിക്കും. അതായത് വീട്ടിൽ രാത്രിക്ക് ചെന്ന് കയറും, രാവിലെ ഇറങ്ങി വരും. അതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാരെ ഫേസ് ചെയ്യുന്ന പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാർ എന്തായി ജോലി ഒന്നും ആയില്ല എന്ന് ചോദിക്കാൻ മാത്രം വായി തുറക്കുന്ന കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ സാധാരണ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പെൺകുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഡിഗ്രി കഴിഞ്ഞ് ഒരു 25 വയസ്സിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കല്യാണം ആയില്ലേന്ന് ചോദിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം 25 വയസ്സ് വരെ ഒരു ആൺകുട്ടി തുടർന്ന് പഠിക്കുമെന്ന് പറയുമ്പോൾ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതുവരെ ജോലി ആയില്ല, ഇവൻ ഇപ്പം വല്ല ജോലിക്കും പോകാൻ മടിച്ച് വീട്ടുകാരുടെ മുടിപ്പിച്ച് നിൽക്കുന്ന ഒരാളാണോ എന്നുള്ള ഒരു തോട്ടൊക്കെ ചിലവർക്കൊക്കെ വന്നിട്ടുണ്ട്. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും കാര്യമാക്കി എടുത്തില്ല. കാരണം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന പൊസിഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ചിലപ്പോൾ മനസ്സിലാകാത്ത ആൾക്കാരായിരിക്കും അവരുടെ അടുത്തത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പം അവരുടെ അപ്രോച്ച് എങ്ങനെയാണ് ഒരു വിജയത്തിന് ശേഷം? അങ്ങനത്തെ ആൾക്കാരെ ഞാൻ അപ്രോച്ച് ചെയ്യാൻ പോയിട്ടില്ല. ഇനി വരുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു വരാന്ത റേസ് മലയാളം യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് വരാന്ത റേസിലാണ്. ആക്ച്വലി കോഴിക്കോട് റേസിന്റെ ഒരു പ്രൗഡ് മൊമെന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കഴിഞ്ഞ SSC CPOയുടെ റിസൾട്ട് വന്നപ്പോൾ ഓൾ കേരള റാങ്ക് 1 ഓൾ ഇന്ത്യ റാങ്ക് 376 മേടിച്ച വിവേകാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. വിവേക് നമ്മുടെ കാലിക്കറ്റ് റേസിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു, അത് കഴിഞ്ഞ് മെൻറ്ററായി, പിന്നെ ഫാക്കൽറ്റി ആയി, ഇപ്പോൾ ഒരു അച്ചീവറായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. വിവേകിന്റെ വിശേഷങ്ങളും വിവേക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് വിവേകിനോട് തന്നെ ചോദിച്ചു നോക്കാം. വിവേക്, വെൽക്കം. അപ്പോൾ നമ്മുടെ ഈ ഒരു നിമിഷത്തിൽ ഇപ്പോൾ ഓൾ കേരള റാങ്ക് 1 ആണ്. അപ്പോൾ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല നേടുക എന്നൊക്കെ പറയുന്നത്. ഇതൊരു ഡ്രീം പൊസിഷൻ ആയിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ആയിരുന്നു, ഡ്രീം പോസ്റ്റ് ആയിരുന്നു. ഞാനിപ്പോൾ SSCന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രീം പോസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് കോമഡി ആവും. കാരണം അങ്ങനെയൊന്നല്ലായിരുന്നു. പിന്നെ ഇവഞ്ച്വലി ഇങ്ങോട്ടേക്ക് വന്നു, SSC എന്താണെന്ന് മനസ്സിലാക്കി വന്നപ്പോൾ കുറച്ചുകൂടെ എനിക്ക് സെറ്റാവുന്നൊരു അല്ലെങ്കിൽ എനിക്ക് പറ്റിയൊരു പോസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ പോസ്റ്റിന് വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു യൂണിഫോം പോസ്റ്റ് തന്നെയായിരുന്നു ഡ്രീം ആയിട്ടുണ്ടായിരുന്നത്? സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ബേസിക്കലി SSCയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഈ യൂണിഫോം പോസ്റ്റിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. മെയിനായിട്ടും SSCയിലെ പോസ്റ്റുകളല്ല എന്നിരുന്നാൽ കൂടി ഡിഫൻസിലേക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. കാരണം ഒരു ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ വരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സ്കൂൾ ഡേയ്സ് മുതൽ എൻ്റെ ഏട്ടൻ ഒരു ഡിഫൻസ് പേഴ്സണലാണ്. അപ്പോൾ അവൻ്റെ മോട്ടിവേഷൻ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരുന്നു. ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു ആളെന്ന രീതിയിൽ എനിക്ക് സ്കൂൾ ഡേയ്സ് മുതലേ യൂണിഫോം പോസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോമിനോടൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പോൾ അത് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കുറച്ചൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എത്തി നിൽക്കുമ്പോൾ മനസ്സിലായത് അന്ന് ചെയ്ത ആ ഹാർഡ് വർക്കൊന്നും മതിയായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് എത്തിയില്ല. ഡ്രീം മാത്രമായിരുന്നു. അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാനപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അന്നത് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത്. പിന്നീട് അങ്ങോട്ട് ആ ഒരു 20s ആകുമ്പോഴത്തേനും അതിൻ്റെ ഏജ് ലിമിറ്റ് ഓവറാവും. കാരണം ഓഫീസർ പോസ്റ്റ് അല്ല, അതിന് താഴെയുള്ള പോസ്റ്റുകളാണ് ഞാൻ നോക്കിയിരുന്നത്. പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ആയിരുന്നു. ഇനി എന്ത് ചെയ്യണം, ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം എന്നൊരു ബ്ലാങ്ക് വന്ന സമയത്താണ് ഞാൻ തന്നെ തപ്പിപ്പിടിച്ച് എത്തിയതാണ് SSC എന്ന് പറഞ്ഞൊരു ഫീൽഡ്. കുറച്ച് യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി കമ്പാരിറ്റീവ്ലി അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ജോബ് അല്ലെങ്കിൽ ജോബ് പ്രൊഫൈൽസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നി. ഞാൻ തന്നെ ചൂസ് ചെയ്ത് വന്നതാണ് SSCയിലേക്ക്. ഇവിടെ വന്നത് സ്റ്റുഡൻ്റ് ആയിട്ടാണ്. ഏത് വർഷമായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ 2021 എൻഡിലാണ് ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ടേക്ക് പിന്നെ എൻ്റെ പ്രിപ്പറേഷൻ ജേണി മൊത്തത്തിൽ കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ട് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം വീട്ടിലൊരു കംഫർട്ടിൽ നിന്ന് മാറി നിന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റ് എപ്പോഴോ മനസ്സിൽ പതിച്ചിരുന്നു. അപ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് ഇത്ര കുറച്ച് വലിയ ഡ്യൂറേഷൻ തന്നെയാണ് എനിക്ക് അറിയാം. അപ്പോൾ ഒന്നുമില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളൊരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അതിനുള്ളൊരു തോറ്റു കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് എന്നെ ഇത്ര വരെ മോട്ടിവേറ്റ് ചെയ്ത് എത്തിച്ചത്. ഇപ്പോൾ 2021 കാലിക്കറ്റ് റേസിലേക്ക് വന്നൊരു വിവേകുണ്ട്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു വിവേകുണ്ട്. രണ്ടും എക്സ്ട്രീംലി ഡിഫറെൻറ്റ് പൊസിഷനിലാണുള്ളത്. അപ്പോൾ ഈ ഒരു മൊമെന്റിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? ആ ഒരു ഹാപ്പിനെസ് എന്താണെന്ന് പറഞ്ഞാൽ പറഞ്ഞത് ശരിയാണ്. ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ വിവേകിൽ നിന്ന് ഇപ്പോഴത്തെ വിവേകിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരു
ഫിനോമിനൽ ചേഞ്ച് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഈ ഒരു എക്സാം, ഈ ഒരു SSC എന്ന് പറഞ്ഞ എക്സാം എന്നെ ഒരുപാട് മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ എക്സാം എന്ന് പറയുന്നത് നോട്ട് ഓൺലി സ്റ്റഡീസ് മാത്രമല്ല, ഒരു എക്സാം നമുക്ക് ഈ SSC പ്രൊവൈഡ് ചെയ്യുന്ന ജോലികൾ, അതായത് ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ നമ്മളെ ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ നമ്മളെ ആ പോസ്റ്റിലേക്ക് ആപ്റ്റാക്കി കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം വെറും പഠിത്തം മാത്രമല്ല, പഠിത്തത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. എൻ്റെ കേസിലാണെങ്കിലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ജോലിയിലേക്ക് എത്തണമെങ്കിൽ നമ്മളതിന് കൊടുക്കുന്ന ഒരു ഡിറ്റർമിനേഷൻ, അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ ഒരു അതിലേക്ക് എത്താൻ നമ്മളെ ആപ്റ്റാക്കുന്ന എന്തൊക്കെയോ പ്രോസസ്സ് ഇതിൽ കൂടെ നമ്മളറിയാതെ തന്നെ കടന്നു പോകേണ്ടത് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. വിവേക് ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നത്. പക്ഷേ സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നില്ല, മെൻറ്ററായി, അല്ലെങ്കിൽ ഫാക്കൽറ്റി ആയി. ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ പഠിക്കാൻ നമുക്ക് ഒരുപാട് സമയം കിട്ടും. പക്ഷെ മെൻറ്റർ ആകുമ്പോൾ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, പഠിപ്പിക്കണം. ഫാക്കൽറ്റി ആകുമ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രോസസ്സൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻ്റ് ആയിട്ടായിരുന്നു എൻ്റെ കൂടുതൽ ഡ്യൂറേഷൻ ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്തത്. അവസാനത്തെ കുറച്ച് സമയം മാത്രമേ ഈ മെൻറ്ററായിട്ടും ഫാക്കൽറ്റി ആയിട്ടും ഞാൻ ഇവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മൾട്ടി ടാസ്കിങ് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ചെയ്യുന്ന കാര്യം എന്താണോ അതിലേക്ക് ഞാൻ 100% എഫേർട്ട് കൊടുക്കും. പക്ഷേ ഒരു എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻസ് അതിൽ നിന്ന് വരുമ്പം കുറച്ച് ഞാൻ നെർവസ് ആവുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ സേഫായി എന്ന് കണ്ടപ്പോഴാണ് ഞാൻ മെൻറ്ററും ഫാക്കൽറ്റിയൊക്കെ ആയി നോക്കിയത്. അപ്പോൾ അതങ്ങനെ ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ഒരു കാര്യം സ്വന്തമായിട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ വേറൊരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സംഭവം ഹെൽപ്പ് ആയിട്ട് തോന്നുന്നു. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുന്ന് നമ്മുടെ ഈ SSC ഫീൽഡ്, കാരണം ഒരു 2-3 വർഷം നമ്മളൊരു കാര്യത്തിന് വേണ്ടി കഠിനമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു എക്സാം, അല്ലെങ്കിൽ നമുക്കൊരു എക്സാം ക്വാളിഫൈ ആകുമ്പോൾ അത്ര പെട്ടെന്ന് SSCയോട് ഇഷ്ടമുള്ള ആൾക്ക് അത്ര പെട്ടെന്ന് ഈ ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ SSC ആയിട്ട് കീപ്പ് ഇൻ ടച്ച്, അല്ലെങ്കിൽ എക്സാംസുമായിട്ട് കീപ്പ് ഇൻ ടച്ചിൽ നിൽക്കാൻ ഈ ഒരു മെൻറ്ററിങ് അല്ലെങ്കിൽ ഈ ഫാക്കൽറ്റി ആയിട്ടുള്ള ഒരു ഡ്യൂറേഷൻ്റെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം റേസിൽ നമുക്കിപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് മെൻറ്റർ സെഷൻസ് ഉണ്ട്, അതുപോലെ ലാബ് ഉണ്ട്, ലൈബ്രറി ഉണ്ട്, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. വിവേകിൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ നമ്മുടെ റേസിൻ്റെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്തായിരിക്കും? റേസിൻ്റെ 2-3 ഫീച്ചേഴ്സ് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ വന്ന ടൈമിൽ എനിക്ക് കിട്ടിയ മെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റീസ്, പിന്നെ അവരുടെ ത്രൂ ഔട്ട് ഇപ്പം ടിൽ ദ ഡേറ്റ് എനിക്ക് പറയാൻ പറ്റും എൻ്റെ ഒരു മെൻറ്റർ ഇപ്പോഴും ടിൽ ദ ഡേറ്റ് എനിക്ക് മെൻറ്ററിങ് തന്നുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. കാരണം അത്രയും ക്ലിയർ ചെയ്തതിന് ശേഷം പഠിക്കേണ്ട കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് ഇപ്പോഴും കൂടെ കൂട്ടാൻ പറ്റിയൊരു കണക്ഷനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ലാബിനെ ശരിക്കും ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്ത ആൾ തന്നെയാണ് ഞാൻ എനിക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റും. കാരണം എൻ്റെ ആ സമയത്ത് ഒരു പ്രിപ്പറേഷൻ അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു റൂട്ട് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഈ ലാബിൽ തന്നെ ആയിരിക്കും എൻ്റെ മെജോറിറ്റി ഓഫ് ദ ഡേയും ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായത്. ഏർലി മോർണിംഗ് വരും. അപ്പോൾ എനിക്ക് കംഫർട്ടായിട്ടൊരു സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്പേസ് കിട്ടണമെങ്കിൽ രാവിലെ എണീറ്റ് വരണം. നേരത്തെ എണീറ്റ് വരണം. അപ്പോൾ അത് രാവിലെ തലേന്ന് കിടക്കുമ്പോഴേ അത് സെറ്റ് ചെയ്യും. രാവിലെ എണീറ്റ് ആ സീറ്റിലെത്തണം. അപ്പോൾ രാവിലെ എത്തും. പിന്നെ ഒരുപാട് കുറേ അധികം നേരം ഞാൻ ലാബിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. എത്ര മണി വരെ ഇരിക്കാറുണ്ട് ലാബിൽ? മാക്സിമം രാത്രി ഇവിടെ 12 മണി വരെയൊക്കെ. അത്ര ആ സമയങ്ങളിൽ എന്താ ചെയ്യുന്നത്? റെഫർ ചെയ്യുകയാണോ, മോക്ക് ചെയ്യുകയാണോ? എൻ്റെ എല്ലാ പ്രിപ്പറേഷനും ഞാൻ ലാബിൽ തന്നെ ആയിരുന്നു. കാരണം മോക്ക് മാത്രമല്ല, ക്ലാസ് കാണുന്നെങ്കിലും ക്ലാസ് കാണാനാണെങ്കിലും, അല്ലെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലും, മോക്ക് എടുക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിലും ഞാൻ ലാബ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കണക്ഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക, ഇപ്പോൾ വിവേകിൻ്റെ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ഫ്രണ്ട്സിൻ്റെ ആ ഒരു ഇമ്പാക്ട് എങ്ങനെയായിരുന്നു? അവരുടെ ഹെൽപ്പും അവരുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്സിൻ്റെ പേര് പറയാതെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പം അത് എനിക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഇന്നിവിടെ ഞാനിവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ കുറച്ച് ഫ്രണ്ട്സ്. അല്ലെങ്കിൽ അവരോടെല്ലാം നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു മൊമെന്റിൽ അവരുടെ കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് വളരെ ചെറിയൊരു ഫ്രണ്ട് സർക്കിൾ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവരുടെ പേര് പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒന്നാമത്തെ പേര് ഹാഷിം എന്ന് പറയും. അപ്പോൾ എൻ്റെ കോഴിക്കോട് ഞാൻ വരാന്ത റേസിൽ വന്ന് ജോയിൻ ചെയ്ത് ഒരു ഹോസ്റ്റലിൽ എടുത്തപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ മീറ്റ് ചെയ്തൊരു പേഴ്സൺ ആയിരുന്നു. ഇന്നത്തെ ദിവസം വരെ ഈ എല്ലാ കാര്യങ്ങളും എന്നും വിളിച്ച് സംസാരിച്ച് ഒരു കണക്ഷൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം
ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര SSC എക്സാമിനകത്ത് 2 ടൈപ്പ് ഓഫ് ആൾക്കാർ വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നാമത്തെ ആൾക്കാർ സിലബസ് ഒക്കെ പഠിച്ച് ഇതെനിക്ക് ആപ്റ്റ് ആവുമെന്ന് തോന്നിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത്തെ ടൈപ്പിൽ എന്നെ പോലെ താല്പര്യമുണ്ട്, എന്താണെന്ന് അറിയില്ല, പഠിച്ചെടുക്കാൻ ഉള്ളൊരു ആഗ്രഹമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പേഴ്സൺ. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും എല്ലാ സപ്പോർട്ടും കിട്ടിയ ഒരു പേഴ്സൺ ആയിരുന്നു. പിന്നീട് പറയാനുള്ളത്, ആളിപ്പോൾ IIT ബോംബെയിൽ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആളെ കേസ് പറയുകയാണെങ്കിൽ തുളസീദാസ് ആണ്. തുളസീദാസ് ഇപ്പോൾ CRPF SI ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ കണക്ഷനാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഉള്ളതും ഇല്ലാത്തതും ഷെയർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരുപാട് താങ്ക്ഫുൾ ആണ് ഞാൻ. ഇമോഷണലി കുറച്ച് ബ്രേക്ക് ആവും ഇവരെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ. കാരണം ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ എനിക്ക് തോന്നും ഇവരൊക്കെ എന്തിനാണ് എന്നെ ഇത്രയും കാര്യമാക്കി വെക്കുന്നതെന്ന് ചിലപ്പോൾ തോന്നിപ്പോയിട്ടുണ്ട്. ഇങ്ങനത്തെ റിപ്ലേസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അടുത്ത ആളാണ് നേരത്തെ പറഞ്ഞ എൻ്റെ മെൻറ്ററായിരുന്നു വൈശാഖ് രവി. വൈശാഖ് ഇപ്പോൾ ഇവിടെ ചെന്നൈയിൽ CAG അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. CGL പോസ്റ്റാണ്. അപ്പോൾ എൻ്റെ എക്സ്ട്രീം സർക്കിളിലെ മെൻറ്ററായിരുന്നു. ആ ദിവസം തൊട്ട് ഈ ദിവസം വരെ എനിക്ക് വേണ്ട എല്ലാത്തരം മെൻറ്ററിങ്ങും എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അടുത്തയാളെന്ന് പറയുമ്പം അഭിലാഷാണ്. അഭിലാഷ് ഇപ്പോൾ ഈ കഴിഞ്ഞ CGL GST ഇൻസ്പെക്ടർ എന്ന പോസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പിന്നെ ഇൻ്റർനെറ്റ്, പിന്നെ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അഭിലാഷിനപ്പുറത്തേക്ക് ഒരു ഡൗട്ടും പോവാറില്ല. കാരണം എന്ത് ഡൗട്ട് ചോദിച്ചാലും എന്ത് കാര്യത്തിനാണെങ്കിലും എന്നും ഒരുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വിഷ്ണു ഉണ്ട്. വിഷ്ണു പറഞ്ഞ പോലെ IIT ബോംബെയിൽ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒന്നിച്ചൊരു പഠിക്കുക, അല്ലെങ്കിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വിഷ്ണു ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പേര് പറഞ്ഞ് പോവാതെ ഫ്രണ്ട്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിത് പറയാതെ പോകാൻ പറ്റില്ല. പിന്നെ ഒരാൾ പേരിപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ആൾ നമ്മുടെ കൂടെ ഇല്ല. അവൾ പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ആളെ ഈ മൊമെൻറ്റിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ കുറച്ച് കണക്ഷൻസ് പിന്നെ അങ്ങനെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പം 2021 വേഗ പ്രിപ്പറേഷൻ ആരംഭിച്ചത്. അപ്പോൾ 2025 ക്ലിയർ ആയത്. അപ്പം ഈ ഒരു ഗ്യാപ്പ് ഒരു 4 വർഷത്തോളം ഉണ്ടായിരുന്നു. ഈ സമയത്ത് പല പോയിന്റിലും നമുക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് സെൽഫ് ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്നതാണോ, അല്ലെങ്കിൽ നിർത്തിപ്പോയാലോ, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിർത്തിപ്പോവാൻ റെഡി ആയിരുന്നില്ല. പറ്റുന്നുണ്ടോ, എന്നെ കൊണ്ട് പറ്റും. ഒരു ഡൗൺഫോൾ വരുമ്പം ചിലപ്പോൾ ആലോചിക്കും ഇനി മുന്നോട്ടേക്ക് എന്നൊരു ചിന്ത എപ്പോഴും വരികയായിരുന്നു. പക്ഷേ നിർത്തിപ്പോവാൻ ഞാൻ റെഡി ആയിരുന്നില്ല. നെവർ ഗിവ് അപ്പ് എന്ന് പറഞ്ഞൊരു സാധനം, നെവർ സെറ്റിൽ ഫോർ ലെസ് എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. നിർത്തിപ്പോയാലല്ല, എനിക്ക് നല്ല പൊസിഷനിൽ തന്നെ എത്തണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് എത്തിന്ന് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു മൊമെന്റിൽ ആണ് ഇപ്പം പ്രസന്റ്ലി ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതായിരുന്നു ഈ ജേർണി മൊത്തം സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കലും തോറ്റു പോകരുത്. സെൽഫ് മോട്ടിവേഷൻ. കൂടെയുള്ള ആൾക്കാർ ഇപ്പോഴും ഞാൻ പറയും, ഇപ്പൊ ചിലർ പറയും ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാന്നൊക്കെ പറയും. ഒറ്റയ്ക്ക് വഴി വെട്ടിയതല്ല, വഴി കാണിച്ചു തരാനും കൂടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഉണ്ടായിരുന്നു. വീട് ഇപ്പോൾ കണ്ണൂരാന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ജേർണിയിൽ? ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുമ്പം എൻ്റെ അച്ഛനമ്മേനെയും പറ്റി പറയുകയാണെങ്കിൽ ഒരു എഡ്യൂക്കേഷനലി അത്ര സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷേ എൻ്റെ താല്പര്യങ്ങൾ എന്താണോ അതിനുവേണ്ടി അവർ ഇന്നത്തെ ദിവസം വരെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഇപ്പോൾ എനിക്ക് SSCയിലേക്ക് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, എനിക്ക് വേറൊരു കാര്യമാണെങ്കിൽ അതിനും ഓക്കെ, അവരെല്ലാ കാര്യത്തിലും ഓക്കെ ആയിരുന്നു. പിന്നെ വീട്ടിലെൻ്റെ അച്ഛനും അമ്മയും കൂടാതെ ഏട്ടനും അനിയത്തിയും പിന്നെ ഏട്ടൻ്റെ ഭാര്യയാണുള്ളത്. അപ്പോൾ ഏട്ടൻ എന്ന് പറയുമ്പോൾ ഒരു ഫാദർ ഫിഗർ പോലെ തന്നെ ആയിരുന്നു എനിക്ക്. കാരണം അച്ഛൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിലായിട്ട് കുറച്ച് ഡൗൺ ആയി കിടക്കുന്ന സമയത്ത് ഏട്ടൻ തന്നെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ ഇതുവരെ. ഇപ്പോൾ എനിക്ക് 25 വയസ്സുണ്ട്. അപ്പോൾ 22-25 ഇയേഴ്സ് എന്ന് പറയുമ്പം ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ട്രഗിളിങ് പീരീഡാണ്. അപ്പോൾ ഈ പീരീഡിൽ എനിക്ക് സ്ട്രഗിൾ എന്താണെന്ന് അറിയേണ്ടി വന്നിട്ടില്ല. പഠിക്കുന്ന കാര്യത്തിൽ അറിയേണ്ടി വന്നിട്ടുണ്ട്. പഠിക്കും തോറ്റുപോകും. അപ്പോൾ ആ സ്ട്രഗിൾ എനിക്ക് നന്നായിട്ട് അറിയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഫാമിലി സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും ബാക്കിൽ ഭയങ്കര സേഫായിട്ട് എനിക്കുണ്ടായിരുന്നു. ആ
ആ ഒരു ബാക്ക് ബോൺ ഉണ്ടായിരുന്നുകൊണ്ട് പൂർണ്ണമായിട്ട് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റി. പൂർണ്ണമായിട്ടും സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു മൊമെന്റ് പോലും അവരെന്നോട് ചോദിച്ചിട്ടില്ല ഇതെന്താവും ഫ്യൂച്ചറിൽ എന്താവും മോനെ, കഴിയോ, പറ്റുമോ, നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് അവർ ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ നാട്ടുകാർ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എൻ്റെ വീട്ടുകാർ ഇതുമായിട്ടും അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല. അവരൊരിക്കലും ബോധേഡായിരുന്നില്ല. അവർക്ക് ചിലപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവും, ഞാൻ വെറുതെ അങ്ങനെ ഫെയിലായി പോയില്ല എന്നൊരു പ്രതീക്ഷ അവർക്ക് ചിലപ്പോൾ വന്നു കാണും. റിസൾട്ട് അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ഒരു റിയാക്ഷൻ? റിസൾട്ട് അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ക്ലിയർ ചെയ്ത എക്സാം SSC CPO ആണ്. അപ്പോൾ കുറച്ച് കമ്പാരിറ്റീവ്ലി മറ്റ് CG SSCയിലെ പോസ്റ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒന്നുകൂടെ ലോങ് പ്രോസസ്സാണ് ഉണ്ടായിരുന്നത് SSC CPO എന്ന് പറയുമ്പം. അപ്പോൾ ഈ വർഷം ഞാൻ ക്വാളിഫൈ ചെയ്ത 2024 അത് കുറച്ചുകൂടെ നീണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ അച്ഛനെ അല്ലെങ്കിൽ അമ്മക്ക് കൊണ്ട് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ 24 SSC CP ഞാൻ പ്രിലിംസ് എഴുതിയത് കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു. അപ്പോൾ ഈ വർഷം ഒക്ടോബറിലാണ് റിസൾട്ട് വന്നത്. അപ്പോൾ ഒരു 1.5 വർഷത്തെ ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ടെൻഷൻ, ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഓരോ പ്രോസസ്സ് കഴിയുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രിലിംസ് കഴിഞ്ഞു, അത് പറഞ്ഞില്ല. പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, SSC CPനകത്ത് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അവർ വിചാരിച്ചാലും ഇത് കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി. അപ്പോൾ അതില്ല, അത് കഴിയുമ്പോൾ അടുത്ത മെയിൻസ് ഉണ്ട്. മെയിൻസ് കഴിഞ്ഞു. മെയിൻസിന് അത്യാവശ്യം മാർക്കൊക്കെ വന്നു. അത് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഇനിയൊന്നുമില്ല, ജോലി കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും മെഡിക്കലുണ്ട്. മെഡിക്കലും മെയിൻസും തമ്മിൽ ഒരു 6 മാസത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയമൊക്കെ ഭയങ്കര ഒരു അൺസർട്ടനിറ്റിയിൽ നിൽക്കുന്നൊരു ടൈമായിരുന്നു. കാരണം എക്സാമിൻ്റെ ഭാവി എന്താവും തന്നെ അറിയില്ലായിരുന്നു. ഒരു പ്രത്യേകിച്ച് എക്സാമിനെ പറ്റി വലിയ ഇനി എപ്പോൾ മെഡിക്കൽ വരും അല്ലെങ്കിൽ ഇനി അടുത്ത പ്രോസസ്സ് എപ്പോൾ തുടങ്ങുന്നതിനെ പറ്റി ആർക്കും ഒരു ഐഡിയ ഇല്ലാത്തൊരു ടൈമായിരുന്നു. അപ്പോൾ മെഡിക്കലും കഴിഞ്ഞ് അവസാനം എല്ലാം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഇനിയും എന്തോ പ്രോസസ്സ് ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് ശരിക്കും റിസൾട്ട് വന്നപ്പോൾ അത്ര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്, എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം നേരത്തെ ഇപ്പം നാട്ടുകാരുടെ കാര്യം പറഞ്ഞു, ആർക്കൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഓഫ്കോഴ്സ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് എന്തായാലും എതിർ അഭിപ്രായങ്ങളും നമ്മളെ കുറ്റം പറഞ്ഞ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രൊജക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറ്റപ്പെടുത്തൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോകുന്നത് ഒരു വൈകുന്നേരം രാത്രി ആയിരിക്കും. അതായത് വീട്ടിൽ രാത്രിക്ക് ചെന്ന് കയറും, രാവിലെ ഇറങ്ങി വരും. അതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാരെ ഫേസ് ചെയ്യുന്ന പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാർ എന്തായി, ജോലിയൊന്നും ആയില്ല എന്ന് ചോദിക്കാൻ മാത്രം വായി തുറക്കുന്ന കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ സാധാരണ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പെൺകുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ ഡിഗ്രി കഴിഞ്ഞ് ഒരു 25 വയസ്സിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കല്യാണം ആയില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 25 വയസ്സ് വരെ ഒരു ആൺകുട്ടി തുടർന്ന് പഠിക്കുമെന്ന് പറയുമ്പോൾ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതുവരെ ജോലി ആയില്ല, ഇവൻ ഇപ്പം വല്ല ജോലിക്കും പോകാൻ മടിച്ച് വീട്ടുകാരുടെ മുടിപ്പിച്ച് നിൽക്കുന്ന ഒരാളാണോ എന്നുള്ള ഒരു തോട്ടൊക്കെ ചിലവർക്കൊക്കെ വന്നിട്ടുണ്ട്. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും കാര്യമാക്കി എടുത്തില്ല. കാരണം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന പൊസിഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ചിലപ്പോൾ മനസ്സിലാകാത്ത ആൾക്കാരായിരിക്കും അവരുടെ അടുത്തത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പം അവരുടെ അപ്രോച്ച് എങ്ങനെയാണ് ഒരു വിജയത്തിന് ശേഷം? അങ്ങനത്തെ ആൾക്കാരെ ഞാൻ അപ്രോച്ച് ചെയ്യാൻ പോയിട്ടില്ല. ഇനി വരുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഓൾ കേരള റാങ്ക് 1 ആണ് വേഗം കിട്ടിയിട്ടുള്ളത്. അത് പ്രതീക്ഷിച്ചിരുന്നു എക്സാം കഴിഞ്ഞപ്പോൾ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അത്യാവശ്യം ഒരു ഡ്യൂറേഷൻ ഞാൻ എൻ്റെ പ്രിപ്പറേഷനിൽ മാറ്റി വെച്ചു. അപ്പോൾ വെറുതെ അങ്ങ് പോവാതെ എന്തെങ്കിലും ഒരു സിഗ്നേച്ചറായിട്ട് എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം നമുക്ക് മാർക്കൊക്കെ അറിയാൻ പറ്റും, പ്രിലിംസ് മെയിൻസിൻ്റെ മാർക്കൊക്കെ അറിയാൻ പറ്റും. അത്യാവശ്യം മാർക്കൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ഓൾ ഇന്ത്യ റാങ്കിലേക്കൊന്നും വന്നില്ലെങ്കിലും ഒരു സ്റ്റേറ്റ് റാങ്കിലേക്കൊക്കെ വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാധിക്കാൻ പറ്റി. ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ ഇപ്പം സ്റ്റുഡൻ്റായി, മെൻറ്ററായി, ഫാക്കൽറ്റി ആയി, ഇപ്പോൾ അച്ചീവറായി, ഈ ഒരു ജേണിയിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ഡിഫിക്കൽറ്റി എന്തായിരുന്നു? അതെങ്ങനെ ഓവർകം ചെയ്തു? ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പം സബ്ജക്റ്റ് എനിക്ക് ഞാൻ അക്കാഡമിക്കലി ഭയങ്കര അടിപൊളിയായ ഒരു പേഴ്സൺ ഒന്നല്ലായിരുന്നു. എല്ലാവരും പോലെ ഒരു ആവറേജ് ഒക്കെ പഠിച്ചു വന്നതാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം മാത്സിനോട് വലിയ താല്പര്യക്കുറവല്ല, മാത്സ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഡിഗ്രിക്ക് ബയോളജി ഫീൽഡ് എടുത്തൊരു ആളാണ് ഞാൻ. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് തിരിച്ച് മാത്സിലേക്ക് വരുമ്പം ഈ പഴയ പഠിച്ച സാധനങ്ങളൊക്കെ പിന്നെ ഒന്ന് റീകളക്ട് ചെയ്ത് ഒന്ന് പൊടിതട്ടി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പീരീഡ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കാരണം മാത്സ് ഇല്ലാതെ SSCനകത്ത് മുന്നോട്ടൊക്കെ പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായൊരു സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ ഇതെങ്ങനെ ടാക്കിൾ ചെയ്യും അല്ലെങ്കിൽ ഇതെങ്ങനെ
ഓവർകം ചെയ്യുന്നത് ഞാൻ കുറേ ആലോചിച്ച് മാത്രമല്ല കുറച്ച് വർക്ക് ചെയ്തു. പിന്നെ ഗ്രാജുവലി അത് എൻ്റെ എഫേർട്ട് അതിലേക്ക് വരുന്നതോടുകൂടി അത് ഇമ്പ്രൂവ് ആകാൻ തുടങ്ങുന്ന കണ്ടപ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും ആൻസർ കണ്ടുപിടിക്കുന്നതൊക്കെ ഒരു ക്രേസായി മാറി. എങ്ങനെയും അതിനെ അപ്രോച്ച് ചെയ്യാൻ ഒക്കെ അതിലൊരു താല്പര്യം വന്നിട്ടുണ്ട്. ഇപ്പം വിവേകിനൊരു ചാൻസ് കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങി 2021 തിരിച്ചു പോകാനുള്ളൊരു ചാൻസ് കിട്ടുകയാണ്. അപ്പം ഈ കടന്നു വന്ന കുറച്ച് ജേണി ഉണ്ട്, ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, പഠിച്ച കുറച്ച് വഴികളുണ്ട്. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടി ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരിക്കും ചെയ്യുക, അത് എന്തെങ്കിലും ചേഞ്ച് വരുത്തും പ്രിപ്പറേഷനിൽ? സത്യം പറഞ്ഞാൽ ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയേറെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാത്തിലൂടെയാണ് വന്നത്. പക്ഷെ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ വരാൻ പോകുന്ന ആൾക്കാരോടും പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമിലൊക്കെ വന്ന ടൈമിൽ കുറച്ച് പഠിത്തമൊക്കെ കുറവായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വീട് മാറിയിരിക്കുന്നത്. എൻ്റെ കോളേജിലുള്ള സ്റ്റഡീസൊക്കെ നാട്ടിൽ തന്നെയായിരുന്നു. പെട്ടെന്ന് കോഴിക്കോടേക്ക് വന്നപ്പോൾ അതിൻ്റേതായ കുറച്ച് കോഴിക്കോട് കോൺസിക്വൻസസ് അല്ല, കുറച്ച് തെണ്ടിത്തിരിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് പഠിക്കണം, അല്ലെങ്കിൽ വന്ന കാര്യം മറന്നു പോകാൻ പാടില്ല എന്ന് വരുമ്പോഴത്തേനും കുറച്ച് സമയം കഴിഞ്ഞിരുന്നു. അപ്പോൾ ആക്ച്വൽ പ്രിപ്പറേഷൻ തുടങ്ങി തന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോഴും ഒരു വ്യക്തമായൊരു പ്ലാനൊന്നുമില്ല. കാരണം ക്ലാസ് എടുക്കുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട്, അല്ലാതെ അത് കിട്ടുന്നതൊക്കെ പഠിച്ചങ്ങ് പോകുമായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം അങ്ങനെയല്ല, അതിനൊരു സ്ട്രാറ്റജിക്കലി അല്ലെങ്കിൽ ഒരു ടാക്ടിക്കലി മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ഇനിയൊരു ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം പോലെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് എല്ലാം എന്താ പറയുക സ്ട്രാറ്റജിക്കലി പഠിക്കാൻ വേണ്ടി ആദ്യം പോലെ ശ്രമിക്കും. അവർ ഉഴപ്പ് മാറ്റിയിട്ട് സ്റ്റാർട്ടിങ്ങിലേ തുടങ്ങും. ഇപ്പം ഒരുപാട് ആസ്പിറൻസ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഇപ്പോൾ വിവേകിനെ പോലെ തന്നെ ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോട് എന്ത് ടിപ്സാണ് വിവേകിന് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്ത് മോട്ടിവേഷനാണ് കൊടുക്കാനുള്ളത്? മോട്ടിവേഷൻ കൊടുക്കുക എന്ന് പറയുമ്പം എക്സാംസിൽ, കോമ്പറ്റേറ്റീവ് എക്സാമിന്, അതിപ്പോൾ ഏതായിക്കോട്ടെ. ഇപ്പോൾ ഞാൻ SSCൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സാമിനകത്ത് നമുക്ക് ഒരിക്കലും ഷോർട്ട് കട്ട് ഇല്ല. എക്സാം ക്വസ്റ്റ്യൻ ചെയ്യാൻ ഷോർട്ട് കട്ട് ഉണ്ട്, പക്ഷേ നമ്മൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ നമുക്ക് ഷോർട്ട് കട്ടൊന്നുമില്ല. നമ്മൾ ഇവിടെ ഇടുന്ന എഫേർട്ട്, ഇതുവരെ നിങ്ങളുടെ അക്കാഡമിക്സ് എന്തായിക്കോട്ടെ അതിലുള്ള കാര്യം, നമ്മൾ ഇവിടെ എന്ത് എഫേർട്ട് ഇടുന്നു, ഇവിടെ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ് ഈ എക്സാമിൻ്റെ റിസൾട്ടും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഏത് ലെവലിലെ ആളാണെങ്കിലും, ഉയർന്ന ലെവലിലെ ആളാണെങ്കിൽ അതിൽ നമ്മൾ സ്വയം അതിൽ സാറ്റിസ്ഫൈ ആവാതെ ലിമിറ്റ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. താഴെ നിൽക്കുന്ന ആളാണെങ്കിൽ വീണ്ടും ഉയർന്നു വരാൻ വേണ്ടി ശ്രമിക്കണം. പറയാൻ റിസൾട്ട് അറിഞ്ഞപ്പോൾ പാരൻസിൻ്റെ റിയാക്ഷൻ ചോദിച്ചു, വിവേകിൻ്റെ റിയാക്ഷൻ ചോദിച്ചില്ല. ഇപ്പം പറഞ്ഞപ്പോൾ ഒരുപാട് കടമ്പുകളിലൂടെ കടന്നു വന്നതെന്ന് പറഞ്ഞു. ആദ്യം എക്സാം, പിന്നെ മെയിൻസ്, മെഡിക്കൽ, അങ്ങനെ കുറേ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ കടമ്പുകളും കഴിഞ്ഞ് ജോലി കിട്ടി എന്ന് ഉറപ്പായപ്പോൾ ഉള്ള ആ ഒരു മൊമെന്റ് എങ്ങനെയാണ്? അപ്പോൾ എന്തെങ്കിലും സിനിമയുടെ ഏതെങ്കിലും സീനോ BGM അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ട്? കാരണം റിസൾട്ട് October 24 റോസ്ഗാർ മേള ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് മുന്നേ റിസൾട്ട് വരണം. പക്ഷേ ഞാൻ ഒരു October 2nd വീക്ക് തൊട്ട് റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. റിസൾട്ട് എന്തായിട്ടും വരുന്നില്ല. കാരണം എനിക്ക് വിചാരിച്ച പോസ്റ്റൊക്കെ കിട്ടുന്നില്ല കാര്യത്തിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ റിസൾട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയാൻ പറ്റുക, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ഇങ്ങനെ ഡെയിലി എല്ലാ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ എല്ലാം ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പിലും ഡെയിലി ഇന്ന് 12 മണിക്ക് റിസൾട്ട് വരും, നാളെ വരും, മറ്റേത് വരും, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ. അപ്പോൾ നോക്കി ഇരിക്കുകയായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നത് ദീപാവലിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ അന്നൊരു വർക്കിംഗ് ഡേ അല്ല, ഇവിടെ വർക്കിംഗ് ഡേ ഒന്നുമല്ല, ക്ലാസ്സും സർക്കിളൊന്നും ഇല്ല. അപ്പോൾ ഞാനെന്ത് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങിയ സമയത്താണ് റിസൾട്ട് വന്നത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് റിസൾട്ട് വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് ഹാഷിമും വിഷ്ണുവും അവരാണ് റിസൾട്ട് ഫസ്റ്റ് അറിഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അപ്പോൾ വിളിച്ച സമയത്ത് എന്നേക്കാളും കൂടുതൽ സന്തോഷം അവർക്കായിരുന്നു. അപ്പോൾ എൻ്റെ വിജയത്തിൽ എന്നേക്കാളും സന്തോഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്നും എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനത്തെ ഒരു നല്ല മൊമെൻ്റ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നു. ഇവിടെ ആൾക്കാരൊക്കെ, ഇവിടുത്തെ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ ആൾക്കാർ ദീപാവലി സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ റോസ്ഗാറിന് പോയിരുന്നു അപ്പോൾ ഇവനോട് മേടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് റോസ്ഗാറിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റേജിൽ കയറി ഒട്ടുമിക്ക ആൾക്കാരും ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. കാരണം അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ശ്രമത്തിന് ബലം കണ്ടു എന്നുള്ളൊരു നിമിഷമായിരുന്നു. അപ്പം വിവേകിൻ്റെ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ആ ഒരു ഓർഡർ കയ്യിൽ മേടിക്കുമ്പോൾ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ഫീലിംഗ് ഓഫ് കണ്ടന്റ്മെന്റ് എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു ഇന്നർ പീസ് എന്നൊക്കെ പറയും. കാരണം ഇത്രയും കഷ്ടപ്പെട്ടൊരു കാര്യം, അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മൾ എന്തിനു വേണ്ടിയാണോ എഫേർട്ട് ഇത്രയും
എഫേർട്ട് എടുത്തത്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് മാറ്റി വെച്ചത്, ആ കാര്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എന്ന് പറയുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫീലിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പറഞ്ഞറിയിച്ചാൽ ചിലപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് കൺവേ ആവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മൊമെന്റ് ആയിരുന്നു. ഒറ്റയ്ക്കാണോ പോയത് റോസ്കാരന്? പാരൻസ് ഉണ്ടായിരുന്നു? പേരൻസ് ഉണ്ടായിരുന്നില്ല, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ അപ്പ് ആൻഡ് ഡൗൺ കണ്ടൊരു പേഴ്സൺ എന്ന രീതിയിൽ അവൾ എനിക്ക് തന്ന ഒരു സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പറയാതെ വയ്യ. എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫെയിലിയർ വരുമ്പോൾ അടുത്തതിലേക്ക് എന്നെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാൻ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. റിസൾട്ട് അറിഞ്ഞ മൊമെന്റ് നേരത്തെ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ ആ ഒരു സീൻ വിട്ടു. നമ്മൾ സിനിമയുടെ സീൻ ചോദിച്ചിരുന്നത് ഏതായിരുന്നു? ഒരു സിനിമയുടെ സീൻ പറയുകയാണെങ്കിൽ സിനിമ സീൻ ഫസ്റ്റ് കയറി വന്ന സീൻ ഏതാണെന്ന് ചോദിച്ചാൽ കാസ്റ്റവേ എന്ന് പറഞ്ഞ മൂവിയിൽ ടോം ഹാങ്ക്സ് അവസാനം ക്ലൈമാക്സിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഐ ഹാവ് ടു കീപ് ബ്രീത്തിങ് ബിക്കോസ് ദ സൺ വിൽ റൈസ് ടുമോറോ, നോബഡി നോസ് വാട്ട് ദ ടൈഡ് കുഡ് ബ്രിങ്. അതായത് എനിക്കിപ്പോൾ ഇവിടെ ചെയ്യാനുള്ള കാര്യം എൻ്റെ പാർട്ട് നന്നാക്കി കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഠിക്കുക, പുഷ് ചെയ്യുക, മുന്നോട്ടേക്ക് തന്നെ എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ എന്താവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അറിയായിരുന്നു ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ എൻ്റെ സമയം എടുക്കുമ്പോൾ എനിക്ക് എന്താണോ ഞാൻ ആഗ്രഹിച്ചത് അതിലേക്ക് വന്ന് ചേരുമെന്ന് അറിയായിരുന്നു. അതായിരുന്നു ആ ഒരു മൊമെൻറ്റ് ഭയങ്കര നല്ല മൊമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ക്ലിയർ ചെയ്തേക്കുന്ന SSC CPO ആണ്. ഇപ്പോൾ നമുക്ക് CGയിലും CHSലാണെങ്കിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ എക്സാമിനെ കുറിച്ച് ഒരുപാട് പേര് അവെയർ അല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം എന്താ അവരോട് പറയാനുള്ളത്? ശരിക്കും തോന്നിയിട്ടുണ്ട്. കാരണം SSC CPOനെ പറ്റി നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ നോർത്ത് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാർ കോമ്പറ്റ് ചെയ്യുന്നൊരു എക്സാം തന്നെയാണ്. പക്ഷേ എന്താണെന്ന് അറിയില്ല, നമ്മുടെ നാട്ടിൽ കുറച്ച് കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി CGയിലും CHSലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഒരു ഗ്രാജുവേഷൻ ലെവലിൽ എനിക്ക് ഏറ്റവും ആപ്റ്റായ പോസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പോസ്റ്റായിരുന്നു CISൽ SI ആവുന്നുള്ളത്. അപ്പോൾ എനിക്കത് ഇതിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സാധാരണ കേസിൽ ഇപ്പോൾ SSC CPO എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് നമ്മളെ സ്റ്റേറ്റ് PSCനകത്തും CPO ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് പോലീസിലെ CPO എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് PSCയിലെ CPO എന്ന് പറയുമ്പോൾ സിവിൽ പോലീസ് ഓഫീസറാണ്. പക്ഷേ ഇത് SSC CPO എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനാണ്. അപ്പോൾ സെൻട്രൽ ആംഡ് ഫോഴ്സസിലേക്കുള്ള SIമാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് SSC CPO. അതിൻ്റെ ഒരു അവയർനെസ് കുറവ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഫീൽഡിലെ ആളുകൾക്കിടയിൽ തന്നെ. ഇപ്പോൾ വിവേക് പറഞ്ഞു പ്രിപ്പറേഷൻ തുടങ്ങിയ സമയം മുതൽ കാലിക്കറ്റാണ്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് കാലിക്കറ്റ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തത്? കാലിക്കറ്റ് ഞാൻ ശരിക്കും ആക്സിഡൻ്റലിയാണ് ഇവിടെ എത്തിയത്. ഞാനിപ്പോൾ ഫസ്റ്റ് SSCയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ റേസിനെ പറ്റി അന്വേഷിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആ സമയത്ത് ട്രിവാൻഡ്രത്ത് മാത്രമേ കോച്ചിങ് ഉള്ളൂ. അപ്പോൾ ഞാൻ വിളിച്ച് എൻക്വയറി ചെയ്തപ്പോൾ അവിടെ നിന്നാണ് പറഞ്ഞത് കാലിക്കറ്റ് ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ പിന്നെ വീട്ടിലത് പറഞ്ഞപ്പോൾ വീട്ടിലും കാലിക്കറ്റാണ് ഒന്നുകൂടെ പ്രിഫർ ചെയ്തത്. കാരണം അടുത്താണ്, പെട്ടെന്ന് പോയി വരാം, അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നിന്നത്. അപ്പോൾ പക്ഷേ എനിക്കിപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് തോന്നിയത് കാലിക്കറ്റ് ആയതുകൊണ്ടായിരിക്കാം ഞാൻ ഇത്രയും പിടിച്ചു നിന്നത്, ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ കാരണം. വേറെ ഒരു സ്ഥലത്താണെങ്കിലും തിരിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനൊരു പരിപാടി നോക്കി പോവായിരുന്നു. കാലിക്കറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് നല്ലൊരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ മൊത്തത്തിൽ ഇവിടുത്തെ വൈബും ഇവിടുത്തെ ആൾക്കാരും എല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പഠിക്കാനാണ് വന്നതെങ്കിലും ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര സൂപ്പർ കംഫർട്ടായിട്ട് ഇരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു സ്ഥലം തന്ന ഇൻഫ്ലുവൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനിപ്പോൾ പോസ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നായിരുന്നു എവിടെയാണെന്നുള്ളതൊക്കെ? പോസ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് വന്നു. റോസ്കർ മേളയിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. അപ്പോൾ ഡിസംബർ 1-ാം തീയതി ഹൈദരാബാദ് ജോയിൻ ചെയ്യണം. ട്രെയിനിങ് ഉണ്ടാവും. കാലിക്കറ്റ് വിട്ട് പോകുന്നതിൽ വിഷമമുണ്ടോ? കാലിക്കറ്റ് വിട്ട് പോകുന്നതിൽ ചെറിയ വിഷമമുണ്ട്. കാരണം കുറേ അധികം ആൾക്കാരെ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നീട് തിരിച്ചു വരാന്നുള്ളൊരു വിശ്വാസത്തിൽ വലിയ കുഴപ്പമില്ല, നല്ല കാര്യത്തിന് വേണ്ടി പോകുന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വിവേകിൻ്റെ ഈ ഒരു പ്രിപ്പറേഷനിൽ ഒരുപാട് പേര് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ പാരൻസ് ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും മെൻറ്റേഴ്സ് ആയിട്ടാണ് പഠിപ്പിച്ചവരായിട്ട് ഒരുപാട് പേര് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാനുള്ളൊരു അവസരമാണ്. അപ്പോൾ വലിയൊരു ജേണി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എത്തിയെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ ത്രൂ ഔട്ട് ദ ജേണി എൻ്റെ കൂടെ നിന്ന ഫാമിലി, പ്രൈം ഫാക്ടർ ഫാമിലി തന്നെയാണ്. അപ്പോൾ അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ പറഞ്ഞ ഫ്രണ്ട്സ്, പിന്നെ വരാന്ത റൈസ് എന്ന ഫെസിലിറ്റീസ്, ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടായിരുന്നു. വീണ്ടും
അണ്ടർലൈൻ ചെയ്ത് പറയാണ്. അവരുള്ളത് കൊണ്ട് ഇവിടെ എത്തിയെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പറഞ്ഞാലും തീരാത്ത നന്ദി എല്ലാവരോടും പറയും. ഇതിപ്പോ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. അതെ, ഒരു ഡ്രീം വരുമ്പോഴായിരിക്കും നമുക്ക് വേറൊരു ഡ്രീം ഉണ്ടാവാൻ പോകുന്നത്. അപ്പം വേഗന്റെ അടുത്ത ഡ്രീം അടുത്ത ഡ്രീം എന്ന് പറയുമ്പം ഇഷ്ടപ്പെട്ട് വന്നൊരു ജോലിയാണ്. അങ്ങനെ ആക്സിഡൻ്റലി പെട്ടുപോയതൊന്നുമല്ല, അപ്പോൾ ഞാൻ തന്നെ ചൂസ് ചെയ്ത ജോലിയാണ്. അപ്പോൾ കരിയറിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാക്കാൻ ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ ഇവിടെ നിൽക്കാതെ ഇതിൻ്റെ ഹയർ പോസ്റ്റിലേക്ക് എത്താൻ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ അത്യാവശ്യം ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കുറച്ച് ട്രാവൽ ചെയ്യാനും കുറച്ച് അങ്ങനത്തെ ചിൽ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് കുറേ കാലങ്ങളായിട്ട് ഞാൻ ബ്രേക്ക് ചെയ്ത് മാറ്റി വെച്ച കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അതൊക്കെ തന്നെ. അപ്പം എല്ലാ സ്വപ്നങ്ങളും സാധ്യമാകട്ടെ. ഓൾ ദി ബെസ്റ്റ്.